എടി നീ ഇതുവരെ റെഡി ആയില്ലേ? 16 കൈയില്ല, 2 കൈയുള്ളോ. നീ കുളിച്ചോടി. മേക്കപ്പ് ഇട്ടൊരു പിക്ക് എടുത്ത് ഫിൽറ്റർ ഇട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട. പിന്നെ എന്തിനു വിളിക്കണോ ഡാഡി? കയ്യിൽ കിട്ടണതെല്ലാം വാരിയെടുത്തോ. നമ്മളായിട്ട് ഇറങ്ങല്ലോ, നമ്മളെ ഇറക്കി വിടല്ലേ. അല്ല, വാഷിംഗ് മെഷീന് ഫ്രിഡ്ജൊക്കെ എപ്പോഴാ കൊണ്ടുപോകണേ? അത് നമുക്ക് അടുത്ത ട്രിപ്പിനെ വണ്ടി കയറ്റാം. ഞാൻ വിറകൊക്കെ പാടാണ്ട് വണ്ടി കയറ്റിക്കോളും. ഗ്യാസ് ഇട്ടാ എന്തായാലും വഴുകുമല്ലോ. നമ്മുടെ സൂറത്താൻ്റെ അവിടെ ആരും കാണാമല്ലോ. സൂറത്തെ അവനകത്തൊക്കെ കാലത്തെ ഇറങ്ങി. പടി ഇറങ്ങുമ്പോൾ ഒരു വിഷമം പോലെ. എന്തായാലും ഇറങ്ങിയല്ലേ പറ്റൂ. അവിടെ വാടക ഇത്തിരി കൂടുതലാണെങ്കിലും അഡ്വാൻസിന് കുറവുണ്ട്. ഇന്ന് സമയം കളണ്ട, ഇറങ്ങ. അവിടെ AC ഉണ്ടാവോ ഡാഡി? ജനൽ തുറന്നിട്ടാ മതി, കാറ്റിട്ടിക്കോളും. നമ്മളെന്താ രാഷ്ട്രീയക്കാർ പാർട്ടി മാറണ പോലെ ഇടക്കിടക്ക് വീട് മാറണ ഡാഡി? നമ്മൾ ഇടക്കിടക്ക് വീട് മാറില്ലല്ലോ, കൊല്ലത്തിൽ ഒരിക്കലല്ലേ വീട് മാറുന്നത്. വാടക ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അങ്ങോട്ട് കയറിക്കോളൂ. പിള്ളേരെ, പുതിയ വീടാണ്, പുതിയ പെയിൻ്റാണ്, ഓണർ സ്ട്രിക്റ്റാണ്. 2-3 മാസത്തിന് നിങ്ങളുടെ വക ഒരു കലയും കവിതയും വേണ്ട. അത് കഴിഞ്ഞ് എന്താ ചെയ്യണം. എല്ലാം എടിപിടി എന്നായതുകൊണ്ട് ഹൗസ് വാമിങ് ആരോടും പറയാൻ സാധിച്ചില്ല. അടുത്ത കൊല്ലം ഉണ്ടാവുമല്ലോ, അപ്പോൾ പറയാം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ.